ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6 തിരുവചന പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച തക്ക സമയത്ത് ലഭിച്ച 2 സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ പരിശുദ്ധമായ അൾത്താരയിൽ പറയുന്നത്. എൻ്റെ പേര് ഷൈനി, മറയൂർ സഹായിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. എൻ്റെ മകൻ ആശിഷ്. ഞാൻ എൻ്റെ പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി പ്രകാരം എൻ്റെ എല്ലാ കാര്യങ്ങളും പെൻഷൻ സംബന്ധമായ വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ അവസ്ഥയിലെ എല്ലാ പ്രശ്നങ്ങളും ആ സമയത്ത് പരിഹരിക്കപ്പെടുകയും ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനുശേഷം ഞാൻ 6 പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയുണ്ടായി. 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും ആദ്യം എൻ്റെ മകന് നല്ലൊരു ജോലി വേണേ, നല്ല സാലറി ഉള്ളൊരു ജോലി വേണേ എന്നായിരുന്നു. രണ്ടാമത് വയ്ക്കുന്നത് എപ്പോഴും നല്ലൊരു ഭാര്യ ലഭിക്കണേ, നല്ല വിവാഹം നടക്കണേ എന്നായിരിക്കും. ഇങ്ങനെ 3 പ്രാവശ്യം വെച്ചു. അതിലൊരു തീരുമാനവും ആയില്ല. 4ാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നല്ലൊരു വിവാഹം നടക്കണമേ എന്ന് ആദ്യം വെച്ചു. രണ്ടാമത് ഒരു ജോലി കിട്ടണമെന്ന് വെച്ചു. പക്ഷേ അവൻ ജോലി ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ ഇൻഫോസിസിലായിരുന്നു. പക്ഷേ അവൻ അതുകൊണ്ട് മനസ്സിൽ താല്പര്യവും സംതൃപ്തിയുമില്ല. അങ്ങനെ ഉടമ്പടി വച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ 2-3 വിവാഹാലോചനകൾ വരികയും ഞങ്ങളായിട്ട് ചെന്ന ഒരു കുട്ടിയെ ചോദിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വിവാഹത്തിനായി ഉറപ്പിക്കാനും സാധിച്ചു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഞാനും ഭർത്താവും മോനോടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഒരേ ഒരു കാര്യമാണ് വെച്ചത്, പ്രാർത്ഥനാ ചൈതന്യത്തോടെ വിവാഹം നടക്കണം. വേറെ ഒന്നും വെച്ചിരുന്നില്ല. അതുപോലെ ഞങ്ങൾ നിരന്തരം ദിവസവും 9 ജപമാല വീതം ചൊല്ലി ഞാനും ഭർത്താവും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ, ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് മടത്തിക്കണ്ടത്തിൽ പിതാവ്, കോതമംഗലം രൂപത ബിഷപ്പ്. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ച് ഓഗസ്റ്റ് 15ഉം ഓഗസ്റ്റ് 17ഉം നമുക്ക് ഡേറ്റ് തരികയും ചെയ്തു. തുടർന്ന് പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ മഴ, അതുപോലെ മറയൂരിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള സാഹചര്യം. പക്ഷേ മനസ്സിലത് എപ്പോഴും ഒരു തേങ്ങലായി കടന്നു. ഞങ്ങൾ ഓഗസ്റ്റ് 13-ാം തീയതി പെൺകുട്ടിയെയും ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗൗൺ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് 9 മണിക്ക് മുൻപായി ചെല്ലണമെന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഡ്രൈവർ എങ്ങനെ വന്നെന്നറിയില്ല. 2 കിലോമീറ്ററിന് അപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമ്മൾ കൃപാസനം വഴിയാണ് പോകുന്നത്. അതിപര സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ വിവാഹ ഡ്രസ്സ്, താലി, മാല, മോതിരം ഇവയെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പെണ്ണും ചെറുക്കനും ഉണ്ട്. ഞങ്ങൾ ഓടി, ഭയങ്കര മഴയായിരുന്നു, 7:30 ഞങ്ങൾ ഇവിടെ കയറി വന്നു. ഈ അൾത്താരയിൽ മുമ്പിൽ വെച്ച്, അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം വാങ്ങി ഞങ്ങൾ 15-ാം തീയതി മനസ്സമ്മതം നടത്തി. ഞങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു 4 അച്ഛന്മാരോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പിതാവ് എന്ത് വിചാരിച്ചു, ഇവിടെ അച്ഛന്മാരൊന്നുമില്ല, മറയൂർ ഒരു ഗ്രാമമല്ലേ എന്നോർത്തുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ 2 പേരെയും കൂടി കൂട്ടി വന്നു. അപ്പോൾ നമ്മൾ നിയോഗം വെച്ചിരുന്ന എന്താണ്, പ്രാർത്ഥനാ ചൈതന്യം, വേറെ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രാർത്ഥനാ ചൈതന്യത്തോടെ ആയിരിക്കണം വിവാഹം എന്ന് മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ 2 പേരെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ അൾത്താരയിൽ പിതാവിനോട് കൂടി 7 പേര് നമ്മുടെ കുട്ടികളുടെ വിവാഹം ആശീർവദിച്ച് അനുഗ്രഹിച്ചു. പരിശുദ്ധ ദേവമാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ ഞാനൊരു ഭവനം വേണം, തൊടുപുഴയാണ് ഞങ്ങളുടെ നാട്, അവിടെ ഒരു ഭവനം വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത് നിയോഗത്തിൽ വെച്ചു, അത് നടന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ട് 2ാം നില വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. അതിനും അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല മാതാവ് നമുക്ക് തരുന്നത്, നമുക്ക് വേണ്ടുന്നതാണ് മാതാവ് നമുക്ക് തരുന്നത്. അങ്ങനെ ആ കാര്യവും നല്ല ഭംഗിയായിട്ട് നടന്നു. പരിശുദ്ധ ദേവമാതാവിന് 1000 നന്ദി. പിന്നെ അടുത്തത് ഞങ്ങൾ 6ാമത് പ്രാവശ്യം ഉടമ്പടി വെച്ചപ്പോൾ ഇവൻ്റെ കാര്യം മാത്രമാണ് അന്ന് നിയോഗത്തിൽ വെച്ചത്. പിന്നെ എൻ്റെ ആത്മീയ വിശുദ്ധിയും, അതിനെക്കുറിച്ച് മകൻ തന്നെ പറയുന്നു. എൻ്റെ പേര് ആശിഷ്. അമ്മയാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ആദ്യം ഉടമ്പടി വെച്ചത്. അതിനുശേഷം 2023 മെയ് മാസമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
ഞാനിപ്പോൾ 3 തവണ ഉടമ്പടി പുതുക്കുകയും ഇതെൻ്റെ 3ാമത്തെ പുതുക്കലിലാണ് ഞാൻ നിൽക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. നല്ലൊരു വിവാഹം നടന്നു, നല്ലൊരു ജീവിത പങ്കാളിനെ ലഭിച്ചു. എൻ്റെ ജീവിതത്തെ വീണ്ടും ട്രാക്കിലോട്ട് എത്തിക്കാൻ ഈ ഉടമ്പടി വഴി എനിക്ക് സാധിച്ചു. നമ്മൾ ഓരോരുത്തരും കുഞ്ഞുനാളിൽ ആതിർവാനം സ്വീകരിക്കുമ്പോൾ എന്തോരം തീഷ്ണതയോടെയാണ് ഈശോനെ സ്വീകരിക്കുന്നത്. ആ തീഷ്ണത വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയും ആഴ്ചയിലുള്ള കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, ഇവയെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അതോടുകൂടി എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ലഭിക്കുകയുണ്ടായി. എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഖത്തറിലും ഞാൻ ബാംഗ്ലൂരിലുമാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ 2 പേര് 2 സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ വിസയ്ക്ക് വെച്ചിട്ടാണ് ഇവിടെ ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്തത്. എനിക്കിപ്പോൾ 29 വയസ്സായി. ഞാൻ ഇവിടെ BTech MTech കഴിഞ്ഞാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ജോലി ചെയ്തിരുന്ന എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് വീണ്ടും അതേ ഏരിയയിൽ തന്നെ കൂടുതൽ പഠിക്കാനും MS എടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മീയ ഉണർവെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനും ഭർത്താവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. വെറുതെ നിന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയിലൊന്നും പങ്കെടുക്കാറില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ജപമാല ഞങ്ങൾ കുടുംബത്തിൽ ഒരു 10 ജപമാലയോളം ഞങ്ങൾ 2 പേരോടെ ചെല്ലും. രാവിലെ വെളുപ്പിന് 3 മണിക്കാണ് ഞങ്ങളുടെ കരുണക്കൊന്തയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിക്കുന്നത് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമേ അരമണിക്കൂർ വായിക്കുള്ളൂ. ഇല്ലെങ്കിൽ അരമണിക്കൂറൊന്നും നമ്മൾ സമയം നോക്കാറില്ല. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് 2022 ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ കെട്ട് പത്രം കൊടുക്കാൻ മാത്രമേ ഈഗോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ടീച്ചറാണല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. പക്ഷേ തുടർന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലാനൊന്നും സാധിക്കുകയില്ല. അപ്പം ഞങ്ങൾ തുടർന്ന് ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ പത്രങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വീടാന്തരം, കാരണം എല്ലാവരും അറിയുന്നതാണ്, വീടാന്തരം ഓട്ടോ സ്റ്റാൻഡിലെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒരു അഭിമാനവും സന്തോഷവുമാണ്. ഇവിടെ വന്ന് ഒരു കെട്ട് പത്രം ഞാൻ പള്ളിയിൽ കൊണ്ടു കൊടുക്കും. ഒരു ദിവസത്തെ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ വികാരിയച്ഛൻ ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ ചങ്കടിച്ചു. കാരണം ഞാൻ 22 വർഷമായിട്ട് മതാധ്യാപികയാണ്. അദ്ദേഹം എന്താണോ പറയാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. ഉടമ്പടിയും പ്രാർത്ഥനയും നല്ലതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കാതിന് ഞങ്ങൾക്കൊരു മടിയോ ഒന്നും ഞങ്ങളുടെ ഇല്ല. പിന്നെ ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ യൂട്യൂബ് വഴി കേൾക്കുന്നത് കൂട്ടുകാർക്കും അത് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വാട്സപ്പ് മുഖേന. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് അടുത്ത ഒരു അഭയ ട്രസ്റ്റ് ഉണ്ട്. അവിടെ പുരുഷന്മാർ മാത്രമാണ്, 35 പേരടങ്ങുന്നതാണ്. അവിടെ നമ്മൾ പോയി, അവർ മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ഉള്ളവരാണ്. അവർക്ക് നമ്മൾ പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾ പല പ്രാവശ്യം ചെന്ന് ചോദിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഞാനുണ്ടാക്കുന്നില്ല, കടയിൽ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കും. ഇല്ല എങ്കിൽ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും. ഇല്ലെങ്കിൽ അതിനുള്ള പണം കൊടുക്കും. പിന്നെ നിശ്ചിത ഒരു തുക ഞങ്ങൾ കുട്ടികൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രോഗികൾക്ക് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ആരെന്ത് സഹായം ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. തൻ്റെ മകൻ്റെ വിവാഹവും ജോലിയും അതുപോലെ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന തങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ അത് ദൈവകൃപയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുവരെയും ഉണ്ടായിരുന്ന ഒരു മടിയൊക്കെ മാറി കൃപാസന പത്രം കൊടുക്കുന്നതിനോടൊക്കെ ഉണ്ടായിരുന്ന ഒരു താല്പര്യക്കുറവൊക്കെ മാറി അതിനോടൊക്കെയുള്ള, അതായത് പരിശുദ്ധ അമ്മയുടെ കൈയാണ് കൃപാസന പത്രം എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുള്ളത്. അപ്പോൾ നാം കൃപാസന പത്രം കൊടുക്കുമ്പോൾ
അമ്മ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അമ്മയുടെ കൈയല്ലേ നാം കൊടുക്കുന്നത്. അപ്പോൾ നാം അതുവഴി വ്യക്തികളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നാം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകില്ല, എന്നാൽ ഇനി മുതൽ നമുക്കത് ചിന്തിച്ച് അങ്ങനെ പ്രാർത്ഥനയോടെ ഈ വ്യക്തികളും കൃപാസനത്തിൽ വരാനിടയാകണം. ആ ഒരു പ്രാർത്ഥനയോടെ നമുക്കതൊക്കെ പങ്കുവയ്ക്കാനായിട്ട് പിന്നീട് നമുക്ക് അതിനുള്ള കൃപകളും നമുക്ക് ലഭിക്കും. അങ്ങനെ ഈ കുടുംബം ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇവിടെ തന്നെ ഉടമ്പടിയെടുത്ത ഒരു മകളെ ജീവിത പങ്കാളിയായിട്ട് തൻ്റെ മകന് ലഭിച്ചതും അതൊക്കെ എത്രയും വിശുദ്ധിയോടുകൂടി തന്നെ തങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ഏറ്റവും മംഗളകരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കാനായിലെ വിവാഹ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം, ആ സാന്നിധ്യമാണ് ആ കുടുംബത്തെ അന്നുള്ള അപമാന ഭാരത്തിൽ നിന്ന് രക്ഷിച്ചത്. ഈ സാന്നിധ്യമാണ് ഇന്ന് ഓരോ കുടുംബങ്ങളിലും വന്ന് നിറയുന്നത്. അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഇന്ന് തിരുസഭ അനുസ്മരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാമത്തെ വർഷം ആ വർഷത്തിൽ നാം ആയിരിക്കുമ്പോഴും അമ്മ ഏറ്റവും ആഗ്രഹിക്കുന്നത് അമ്മയോടുള്ള വണക്കത്തിലൂടെ ഈശോയെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. അതിനാണ് ഉടമ്പടി നമ്മെ പ്രാപ്തരാക്കുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ആ ശിശു ഇവിടെ സൂചിപ്പിച്ചു, തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ആത്മീയ ജീവിതം, അത് കൗമാരപ്രായത്തിലൊക്കെ താൻ എങ്ങനെയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, നല്ല രീതിയിൽ ഈശോയെ സ്നേഹിച്ച് വളർന്നു വന്ന മകനാണ്. എന്നാൽ വീണ്ടും ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ അതൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ യുവാക്കന്മാരും ഇവിടെ വന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് എങ്ങനെ തങ്ങൾക്ക് ഇന്ന് തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ആ ഒരു സന്തോഷവും ആനന്ദവുമൊക്കെ തങ്ങൾക്ക് ലഭിക്കുന്നു. ഈശോയെ തങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ആഴ്ചയിലുള്ള കുമ്പസാരം, അതാണ് ആശിഷ് പറഞ്ഞത്. അങ്ങനെ ഇന്ന് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന മകനാണ്. എന്നാൽ തൻ്റെ ജോലിയോ അല്ലെങ്കിൽ തൻ്റെ ജോലി തിരക്കുകളോ അതൊന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുമ്പോൾ തീർച്ചയായും തനിക്ക് കാനഡയിൽ പോകുവാൻ, ഓസ്ട്രേലിയയിൽ പോകുവാനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. അവിടെ ഇന്ന് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുവാൻ തനിക്ക് എന്തായിരുന്നു തടസ്സമെന്ന് ആ മകൻ പറഞ്ഞു. എന്നാൽ അതൊക്കെ മാറുകയും ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് തനിക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയായി എന്നൊക്കെ ഇവിടെ വന്ന് അമ്മയോടാണ് നമ്മൾ നന്ദി പറയുക. അമ്മയോട് നന്ദി പറഞ്ഞ് ഈശോയെ നാം ആരാധിക്കുമ്പോൾ അതാണ് ഈ അൾത്താരയിൽ നാം ചെയ്യുക. അതിനൊക്കെ നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.